എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള തനി നാടൻ റെസിപ്പി ആയിട്ടുള്ള മുരിങ്ങയില ചക്കക്കുരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ആദ്യമേ തന്നെ തണ്ടോട് കൂടി നമുക്ക് മുരിങ്ങയില എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. കാരണം ഈ മഴയൊക്കെ പെയ്തതുകൊണ്ട് ചെറിയ പുഴുക്കളൊക്കെ ഇലയിലൊക്കെ പറ്റിയിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലെ 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം മാത്രം വെള്ളം കുടഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഇലയൊക്കെ എടുത്താൽ മതി കേട്ടോ. എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നല്ലൊരു മഴ രാത്രിയിൽ പെയ്തു. അപ്പോൾ എൻ്റെ മുരിങ്ങയൊക്കെ ഒടിഞ്ഞു പോയതുകൊണ്ടാണ് ഇത്രയും മുരിങ്ങയില കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ മുരിങ്ങയിലയൊക്കെ കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞു. നമ്മൾ ഈ മുരിങ്ങയില തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇല മാത്രമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഊരിയെടുത്താലും മതി. അതിൽ കുറച്ച് തണ്ടുണ്ടെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ചക്കക്കുരു നമ്മളിവിടെ ഒരുക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ വെളുത്ത തൊലി മാത്രം കളഞ്ഞാൽ മതി. ചുമന്നതൊന്നും കളയരുത് കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇനിയിപ്പോൾ അത് കളഞ്ഞില്ല എന്നോർത്ത് വിഷമിക്കുന്നവർക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പുറത്തെ ഒന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. മുഴുവനായിട്ട് കളയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ തോരൻ മുരിങ്ങയില ചക്കക്കുരു തയ്യാറാക്കുമ്പോൾ നമ്മളിത് മുറിച്ചെടുക്കുന്നതിന് ഒരിതുണ്ട് കേട്ടോ. നമ്മൾ നീളത്തിലൊന്നും അരിഞ്ഞെടുക്കരുത്. ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് വേണം നമ്മൾ ഈ ചക്കക്കുരു മുറിച്ചെടുക്കാനായിട്ട്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അപ്പോൾ നമ്മൾ ഓരോ പാചകത്തിനും അതിൻ്റേതായ ഓരോരോ രീതികളുണ്ട്. ഇപ്പം നമ്മൾ വലുതാക്കി മുറിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കെപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുന്നതും അതിന് യോജിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തെടുത്താലേ ഒരു കറി നന്നായിട്ടിരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ചക്കക്കുരുവൊക്കെ ചെറുതായിട്ട് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ മുരിങ്ങയില ചക്കക്കുരു തോരൻ തയ്യാറാക്കുമ്പോൾ ചക്കക്കുരു മുറിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിനി ഇത് തയ്യാറാക്കാനുള്ള പരിപാടികൾ നോക്കാം. ആദ്യമേ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 വിസിൽ, 3 അടിക്കണമെന്നില്ല, 2 വിസിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ വേവ് കിട്ടും. കാരണം നമ്മൾ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളതുകൊണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയിലയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. വേവുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇലയിൽ പിടിക്കാനൊക്കെ ഇത്തിരി കുഴപ്പം, അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ ഉപ്പിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനായ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഇത്രയും ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ ചക്കക്കുരു തന്നെ ഉണ്ട് കേട്ടോ. ചക്കക്കുരു ഉണ്ട്, മുരിങ്ങയില ഈ പാത്രത്തിലിരിക്കുന്ന അത്രയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ചധികം ചിരവി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 1 തേങ്ങയാണ് ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോ 1 സ്പൂണോ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും എടുക്കുന്നതിന്. അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി. വറ്റൽമുളകാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 വെളുത്തുള്ളി. അത് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി അല്ലി അതും കൂടി ഒന്ന് സ്ലൈസ് ചെയ്തതും, ഒരു 4 വലിയ ഉള്ളി, ചെറിയ ഉള്ളി അതും കൂടി ഞാൻ മുറിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കണം. എന്താ ഈ രൂപത്തിലേ നമ്മൾ ഒതുക്കിയെടുക്കാൻ പാടുള്ളൂ, ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പം നമ്മൾ കൂട്ടെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചക്കക്കുരുവും റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാ വെള്ളം എല്ലാം വറ്റി കറക്റ്റ് വെള്ളത്തിന് പാകമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് വെന്തത്, അല്ലെങ്കിൽ ഒരു 3-4 വിസിലടിക്കേണ്ടി വരും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പാചകം ചെയ്യണം. അപ്പം നമ്മളൊരു വലിയ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
ഞാൻ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ തയ്യാറാക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. വളരെയധികം നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. നിങ്ങൾ മറക്കാതെ തയ്യാറാക്കി നോക്കുക. കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം. പിന്നെ പലരും പല വിധത്തിലാണ് തയ്യാറാക്കുന്നതെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ രൂപത്തിലാണ് തയ്യാറാക്കുന്നത്. മറ്റുള്ളവരെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ആവശ്യത്തിന് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം കടുകും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ പാചകം ചെയ്യുമ്പോഴും അതിനതിൻ്റേതായ രീതിയിൽ ചെയ്താലേ ആ ഒരു പാചകം നന്നായിരിക്കുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടാണ്, നമ്മൾ അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ആദ്യമേ നമ്മളിത് മൂപ്പിച്ചെടുക്കില്ല. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. കാരണം ഇതിലേക്ക് നമ്മളിപ്പോൾ മുരിങ്ങയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഉപ്പ് പിടിക്കുന്നത് പോലെ അവിടെ ഇവിടെയും പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ അരപ്പ് ആദ്യമേ തന്നെ ഇട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേമാതിരി നമ്മൾ വേവിച്ചെടുത്തു. തേങ്ങയെല്ലാം വെന്തിട്ടുണ്ട്, പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമ്മളൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കറിവേപ്പിലയും വേണം കേട്ടോ. അതുകൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞളും ജീരകവും മുളകും ഉപ്പും ചേർത്തിട്ടുള്ള ചക്കക്കുരു വേവിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. അരപ്പെല്ലാം ഈ ചക്കക്കുരുവിൽ പിടിക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഒടിഞ്ഞു പോവുകയാണ്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കാറ്റാണ് വരുന്നത്. അതുകൊണ്ട് വാഴയും മുരിങ്ങ ഒക്കെ ഒടിഞ്ഞു പോവുകയാണ്. അതാണ് നമുക്ക് വളരെയധികം പ്രയാസമുള്ള കാര്യം. നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് വന്നതാണ് ഈ മുരിങ്ങയൊക്കെ. അപ്പോൾ അതൊക്കെ കാറ്റിനൊക്കെ അതൊക്കെ ഒടിഞ്ഞു പോയി. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കുറച്ച് കൊടുത്തു. പിന്നെ നമ്മളും കുറച്ചൊക്കെ എടുത്തു. അങ്ങനെയൊക്കെയുള്ളൊരു വിഷമത്തിലാണ്. ഏതായാലും നമുക്ക് മഴ ആവശ്യമാണല്ലോ. അപ്പം നമ്മുടെ ചക്കക്കുരു അരപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ ചെറിയ മുരിങ്ങയുടെ തണ്ടൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇതിലങ്ങ് പൊയ്ക്കോളും. അങ്ങനെ ഓരോ ഇലയായിട്ട് നമുക്ക് ഊരിയെടുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണ് കേട്ടോ എടുക്കാറില്ല. മുരിങ്ങയില ഓരോ ഇലയായിട്ടൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ അതൊക്കെ ശരീരത്തിലേക്ക് ചെല്ലണം എന്ന് തന്നെയാണ്. മുരിങ്ങയല്ലേ നമ്മളതിൻ്റെ മുരിങ്ങയ്ക്കയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ എടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മുരിങ്ങയിലയും ചക്കക്കുരുവും അരപ്പും എല്ലാം കൂടെ ഇതിലേക്കൊന്ന് പിടിപ്പിക്കണം. നന്നായിട്ട് ആദ്യമേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കരുത് കേട്ടോ. ഇലവർഗ്ഗങ്ങളൊന്നും നമ്മൾ മൂടി വെച്ച് വേവിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ മുരിങ്ങയില പോലുള്ള ഇലകളൊക്കെ നമ്മൾ തുറന്ന് തന്നെ വേവിക്കണം. ലോ ഫ്ലെയിമിൽ ഇനി വേവിച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം അടിയിൽ നിന്ന് കരിഞ്ഞു വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെറിയ തീയിൽ തന്നെ ഇത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതൊന്ന് തോർത്തിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, ചിക്കി എടുത്താൽ മാത്രം മതി. 3-4 പ്രാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നമ്മൾ കൊടുത്ത് എടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല പെട്ടെന്ന് തന്നെ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് നോക്കുക. ഞാൻ എൻ്റെ ഉപ്പെല്ലാം പാകത്തിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാലും ഒരു നുള്ളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ നോക്കൂ, നല്ല സ്മെല്ലാണ് കേട്ടോ. മുരിങ്ങയിലയുടെയും ചക്കക്കുരുവിന് അധികം വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല എന്നറിയാം എല്ലാവർക്കും. പക്ഷേ മുരിങ്ങയിലയുടെ ആ ഒരു ഇലവർഗ്ഗം നമ്മൾ വാട്ടിക്കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലല്ലേ. പക്ഷേ നല്ല സ്മെല്ലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളിത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ പ്രിയ കൂട്ടുകാരെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇത് വളരെയേറെ നല്ലൊരു ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി ഇല്ലാത്തവർ നിങ്ങളിത് മിസ് ചെയ്യരുത് കേട്ടോ. എവിടെയെങ്കിലും മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇപ്പോൾ ചക്കക്കുരു ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ചക്കക്കുരു മുരിങ്ങയിലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങൾ മുരിങ്ങയിലയാണെങ്കിൽ ഇല്ലാത്തവർ മുരിങ്ങയിലയൊക്കെ കിട്ടുന്നിടത്ത് പോയി പറിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി നിങ്ങളെല്ലാവർക്കും കൊടുക്കുക.
വളരെയേറെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണ്. മറക്കരുത്, നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.